എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ മകൾ വീണ വിജയനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏത് നിമിഷവും അറസ്റ്റ് ചെയ്തേക്കും എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിണറായിക്ക് തന്നെ അറിയാം, അത് ഈ ഒരു അറസ്റ്റ് മുഖ്യമന്ത്രി വി ഡി സതീശനോ കേരള സർക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റില്ല. ഇന്ത്യയിൽ ഇന്ന് രണ്ടേ പേർക്ക് മാത്രമേ ഈ അറസ്റ്റ് ഒഴിവാക്കാൻ പറ്റൂ. അത് സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായുമാണ്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, പിണറായി വിജയൻ ഡൽഹിക്ക് പോവുകയാണ് അമിത്ഷാ കാണാൻ വേണ്ടി. അത് BJP ചില ഡൽഹി നേതാക്കളുമായി ബന്ധപ്പെട്ടിട്ട് അമിത്ഷായുമായിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു എന്നുള്ളൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടില്ല. അതായത് അമിത്ഷാ പിണറായി വിജയനായിട്ട് മീറ്റ് ചെയ്യാനുള്ള സമ്മതം മൂളി എന്നുള്ളൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വിശദാംശങ്ങളൊന്നും എങ്ങനെയാണ് എപ്പോഴാണ് ഈ മീറ്റിംഗ് എന്നുള്ള കാര്യങ്ങളൊന്നും അതിനെക്കുറിച്ചുള്ള വാർത്തകളൊന്നും ഇപ്പോൾ പുറത്തു വരുന്നില്ല. എന്ത് തന്നെയായാലും CPM-ൻ്റെ, അതായത് പിണറായി വിജയനെതിരെ പ്രവർത്തിക്കുന്ന CPM-ൻ്റെ അകത്തുനിന്നുള്ള സർക്കിൾ തന്നെ പറയുന്നത് പിണറായി ഉടൻ തന്നെ ഡൽഹിക്ക് പോയിട്ട് അമിത്ഷായെ കാണുമെന്ന്, നേരിട്ടാണ് കാണുന്നത്. ഇത്തവണ ദൂതന്മാരെ ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ ഭരണം ഉണ്ടാകുന്ന സമയത്ത് ജോൺ ബ്രിട്ടാസിനെയും മറ്റേ ആൾക്കാരൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു അമിത്ഷായെ കണ്ടതും ബാക്കിയുള്ള കാര്യങ്ങൾ നെഗോഷിയേറ്റ് ചെയ്ത്. ഇത്തവണ പിണറായി നേരിട്ടാണ് അമിത്ഷായെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഏത് കോണ്ടെക്സ്റ്റിലാണ് അത്? എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? ഇവിടെ പ്രതിപക്ഷ ഭരണത്തിലിരിക്കുമ്പോൾ പറയാം, അതായത് നമ്മുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചർച്ച ചെയ്യാനും കേരളത്തിന് വേണ്ട പല കാര്യങ്ങളും വേണ്ടിയിട്ട് അതിന് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അമിത്ഷായെ കാണാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന പിണറായി വിജയൻ എന്ത് പറഞ്ഞിട്ടായിരിക്കും അമിത്ഷായെ ചെന്ന് കാണുക? സാക്ഷാൽ അമിത്ഷാ എന്നെ ഒരാളെ കാണാൻ സമയം കൊടുക്കുന്നതിനെ, അതായത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന എന്താ പറയുക, ചിലപ്പോൾ മുഖ്യമന്ത്രിയാവാം, ചില സംസ്ഥാനങ്ങൾ ആഭ്യന്തരമന്ത്രിയാകാം, പ്രതിപക്ഷ നേതാക്കന്മാർ, അതായത് BJP എതിർക്കുന്ന പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളെ അങ്ങനെ നേരിട്ട് കണ്ട ചരിത്രം നമുക്കില്ല. പക്ഷെ എന്തായാലും അതിനുള്ളൊരു പോസിബിലിറ്റി പിണറായി വിജയൻ തേടുന്നു എന്നാണ് CPM-ലെ അണികൾ തന്നെ പറയുന്നത്. CPM-ൻ്റെ ഈ ഇൻ്റലക്ച്വൽസ് പറയുന്നു വെച്ചാൽ ഈ അവസ്ഥ എങ്ങനെയാലും ഒഴിവാക്കണം, അതിന് ഏതറ്റം വരെയും പോകും പിണറായി വിജയൻ. അപ്പോൾ ഇപ്പോൾ പിണറായി വിജയൻ അമിത്ഷായെ കാണുന്നത്, പിണറായി വിജയൻ ചിലപ്പോൾ പേഴ്സണലി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അതായത് ഇവിടുത്തെ കേരളവുമായി ബന്ധപ്പെട്ട അദ്ദേഹം 10 വർഷം ഇവിടെ മുഖ്യമന്ത്രിയായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പല രഹസ്യങ്ങളും അറിയായിരിക്കും. അപ്പോൾ പ്രതിപക്ഷ പാർട്ടി ഇപ്പോൾ കേരളം UDF ഭരിക്കുന്നു. അപ്പോൾ UDF-ൻ്റെ പല രഹസ്യങ്ങൾ പോലും ചിലപ്പോൾ പിണറായിക്ക് അറിയായിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനാണോ അല്ല വേറെ വല്ലതും പറഞ്ഞിട്ടാണോ അമിത്ഷായെ പ്രലോഭിപ്പിച്ച് അമിത്ഷായുമായിട്ടൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തെന്നുള്ള വാർത്തകളൊന്നും ഇപ്പോൾ പുറത്തു വരുന്നില്ല. എന്ത് തന്നെയായാലും ഈ ഒരു അറസ്റ്റ് പിണറായി വിജയനെ ഒഴിവാക്കിയേ പറ്റൂ. ഇല്ലെങ്കിൽ പിണറായി വിജയൻ ടോട്ടലി സൈഡാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പോൾ CPM-ൻ്റെ ദേശീയ സെക്രട്ടറി തന്നെ, അതായത് നമ്മുടെ MA ബേബിയും നമ്മുടെ ജോൺ ബ്രിട്ടാസൊക്കെ ചേർന്നിട്ടാണ് പിണറായി വിജയനെതിരെ ഇവിടെ ചരട് വലിക്കുന്നു എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ CJP സമരവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രകോപനമാണ് ഈ ജോൺ ബ്രിട്ടാസും MA ബേബിയൊക്കെ നടത്തിയത്. അതായത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെയും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്കെതിരെയും വലിയ രീതിയിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളാണ് ഈ ജോൺ ബ്രിട്ടാസ് അടക്കം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിക്കും അമിത്ഷായും കേന്ദ്ര സർക്കാരും പ്രകോപിപ്പിച്ചിരുന്നു ഈ ജോൺ ബ്രിട്ടാസും ഇവരൊക്കെ ചേർന്നിട്ട്. അതെന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ വലിയ രീതിയിൽ CPM-നെതിരെ വലിയ രീതിയിലുള്ള ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന തരത്തിൽ ഇവർ തന്നെ പ്രചരിപ്പിച്ചു. ഇവരുടെ വേറെ സർക്കിളിൽ തന്നെ എല്ലാം കൂടിയും ഇവരൊക്കെ ചേർന്നിട്ടുള്ള ഇവരകത്ത് നടക്കുന്ന ചില നാടകങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ ഇവർ തന്നെ പുറത്തുവിടുന്നത്. ഇതിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷെ എന്ത് തന്നെയാലും ഇപ്പോഴത്തെ ഉണ്ടായ സാഹചര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ പിണറായി വിജയന് മകൾ ജയിലിൽ കിടക്കുന്ന കാണാൻ ഒരിക്കലും താല്പര്യപ്പെടാൻ പറ്റില്ല. അതായത് പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ ജയിലിൽ പോവുകയാണെങ്കിൽ അത് പിണറായിയെ മാനസികമായിട്ട് വല്ലാതെ തളർത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ പിന്നാലെ വരുന്ന അന്വേഷണങ്ങളിൽ ചിലപ്പോൾ പിണറായി വിട്ടേക്കാം, മരുമകൻ റിയാസ് അകത്ത് പോയേക്കാം. നമുക്കറിയാം ഈ മാസപ്പടി എന്ന് പറയുന്നത് പൊതുമേഖലാ സ്ഥാപനമായ CMRL-ഉം പിണറായി വിജയൻ്റെ മകളുടെ കമ്പനി എക്സാലോജിക്കും തമ്മിലുള്ള ഒരു കരാറാണ്. 2.5 കോടി രൂപയുടെ ഒരു ഡീലാണ്. അതിൻ്റെ പുറത്ത് നടത്തിയ അന്വേഷണങ്ങളാണ് ഒരുപാട് അഴിമതികൾ പുറത്തു കൊണ്ടുവന്നത്. അതായത് മുഹമ്മദ് റിയാസിൻ്റെ പേരിൽ തന്നെ സൊളേഴ്സ് എന്ന് പറയുന്ന ഒരു അഡ്വർടൈസിങ് കമ്പനി, ആ അഡ്വർടൈസിങ് കമ്പനിയുടെ പേരിൽ കോടികൾ ഹവാല ഇടപാടും കോടികളുടെ കള്ളപ്പണം വിളിപ്പിച്ചതൊക്കെയുള്ള കേസുകൾ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. കൂടാതെ മാത്രമല്ല ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കമ്പനി, ആ സമയത്ത് ഈ PPR കിറ്റൊക്കെ ഉണ്ടല്ലോ, PPR കിറ്റ് വെറും 300 രൂപക്കുള്ള സാധനം 1500 രൂപക്ക് വാങ്ങിയിട്ട് കോടികൾ നഷ്ടമുണ്ടാക്കിയ കേരള സർക്കാരിന് ഖജനാവിന് നഷ്ടമുണ്ടാക്കിയൊരു കേസായിരുന്നു അതൊക്കെ. അപ്പോൾ അത് വീണ വിജയൻ്റെ പേരിലാണ് ആ കമ്പനി ഉള്ളത്. ആ കമ്പനിയൊക്കെ ഒരു എന്താ പറയുക, ഒരു ഷെൽ കമ്പനിയാണ്. ചുമ്മാ ഒരു കമ്പനി ഉണ്ടാക്കുക, അതിൻ്റെ പേരിൽ കോടികൾ അഴിമതി നടത്തുക, അവരുടെ കാര്യം നടന്നു കഴിഞ്ഞാൽ അതൊക്കെ എന്താ പറയുക, അത് കമ്പനികളുടെ എംപ്ലോയീസ് ഉണ്ടാവില്ല, കമ്പനീൻ്റെ അഡ്രസ്സ് പൊട്ടി പോലും കാണാനുണ്ടാവില്ല. അപ്പോൾ എന്ത് തന്നെയാലും
ഈ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് സമ്പാദിച്ച കോടികൾ നഷ്ടപ്പെടുന്നു മാത്രമല്ല, സ്വന്തം മകൾ അകത്ത് പോയി കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ, മുഖ്യമന്ത്രിയുടെ മകൾ അകത്ത് പോകുന്നു. മുൻ മുഖ്യമന്ത്രിയുടെ ആ സ്ഥാനമാനങ്ങളുടെ പവർ ഉപയോഗിച്ചിട്ട് മകൾ വലിയ രീതിയിലുള്ള അഴിമതി നടത്തി. മകൾക്ക് അഴിമതി ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു മുൻ മുഖ്യമന്ത്രി കഴിഞ്ഞ 10 വർഷമായിട്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് വർഷക്കാലമായിട്ട് കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് കേരളത്തിൽ ഒരു കോൺഗ്രസ് മുക്ത് ഭാരത് എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാറി. അത് ഇപ്പോഴും മാറിയെന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലായി, അതായത് പാർട്ടി വളരണമെങ്കിൽ ഇവിടെ CPM അധികാരത്തിൽ ഇരുത്തിയിട്ട് ഒരു കാര്യമില്ല എന്നവർക്ക് മനസ്സിലായി. അപ്പോൾ ഭരണം പോയ ഉടനെ തന്നെ ശരിക്കും നല്ല രീതിയിൽ അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ പിണറായി പെടും എന്ന് തന്നെയാണ് പാർട്ടികൾ തന്നെ പറയുന്നത്. അതായത് പാർട്ടിക്ക് ഈ പിണറായി ആയാലും പിണറായിയുടെ കുടുംബമായാലും ഇവരൊക്കെ വലിയ ബാധ്യതയായി മാറിയിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത്രയും വെറുത്ത് അങ്ങേയറ്റത്തെ ലെവലിലെത്തിയിരുന്നു ഇവിടുത്തെ ജനങ്ങൾ. അപ്പോൾ ആ ജനങ്ങളെ വീണ്ടും എന്താണ് ജനങ്ങളുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്ന രീതിയിലാണ് പിണറായി വിജയനെ പിടിച്ച് പ്രതിപക്ഷ നേതാവാക്കിയിട്ട്. ഒന്ന് ആലോചിക്കുക, ഇവർക്ക് ഈ ജനങ്ങളുടെ എന്തെങ്കിലും ഒരു പ്രതിബദ്ധത ഉണ്ടെങ്കിൽ, ജനങ്ങളുടെ എന്തെങ്കിലും ഒരു സ്നേഹമുണ്ടെങ്കിൽ ഇത്രയും, അതായത് പാർട്ടി ഇത്രയും നിലയിൽ എത്തിച്ച ഇയാളെ പിടിച്ച് വീണ്ടും പ്രതിപക്ഷ നേതാവാക്കുമോ? ഈ പാർട്ടിയിൽ ഇയാളെ ചോദ്യം ചെയ്യാൻ ഒരു വ്യക്തി പോലും ഇല്ലേ? പക്ഷേ ഇപ്പോൾ എന്താ പറയേണ്ടത്, അന്വേഷണ ഏജൻസികളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഉഴലുകയാണ്. ഇനി എന്താ പറയേണ്ടത്, പിണറായി വിജയൻ പാർട്ടിയിൽ പഴയ പോലെ ആ ഒരു ഹോൾഡില്ല ഇപ്പോഴും. അപ്പോൾ പല കോർണറിൽ നിന്നും ഇയാൾക്കെതിരെ അറ്റാക്ക് വരുന്നുണ്ട്. പക്ഷേ അത് പ്രത്യക്ഷത്തിലേക്ക് വരുന്നില്ല. മാധ്യമങ്ങൾ ചിലപ്പോൾ വരുന്നുണ്ടാവും, ചിലപ്പോൾ മാധ്യമങ്ങൾ അതിൻ്റേതായ ഗൗരവത്തിൽ അത് ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. എന്ത് തന്നെയായാലും ഇനിയും ഇത്തരത്തിൽ പാർട്ടിയിലെ ആൾക്കാർക്ക് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ പണി പാളും എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് പിണറായിയുടെ നീക്കങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തും ചില വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ഓഡിയോകളൊക്കെ പിണറായി നടത്തുന്ന നീക്കങ്ങളൊക്കെ ഇവർ പാർട്ടി ഗ്രൂപ്പിൽ തന്നെ പങ്കുവെക്കുന്നുള്ള ഒരു പ്രവണത ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് നേരിട്ട് ഇവരോട് പോരാടാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു കോണ്ടക്സ്റ്റിൽ തന്നെയാണ്, ഇത്തരത്തിലൊരു കോണ്ടക്സ്റ്റിലാണ് ഈ ഒരു വാർത്ത പുറത്തു വന്നത്. അത് പിണറായി ഡൽഹിക്ക് പോകുന്നതും അമിത്ഷായെ കണ്ടിട്ട് ഈ ഒരു കേസ് ഒത്തുതീർക്കാൻ പറ്റുമോ എന്നുള്ള ഒരു പോസിബിലിറ്റി ആരായിരുന്നു അത്തരം വാർത്തകൾ പുറത്തു വരുന്നത് ഈ ഒരു കോണ്ടക്സ്റ്റിലാണ്. അപ്പോൾ എന്തിനായാലും അമിത്ഷാ പിണറായി വിജയനായിട്ട് ഒരു മീറ്റിംഗ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും അവർക്ക് ചർച്ച ചെയ്യുക? പിണറായി എന്ത് സെറ്റിൽമെൻ്റ് ആയിരിക്കും നടത്തുക? അത് പ്രതിപക്ഷ നേതാവ് ഭരണമില്ലാത്ത ഒരാളെ എന്ത് സെറ്റിൽമെൻറ്റ് നടത്തുമെന്ന് ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. പിണറായി വിജയൻ സ്വന്തം മകളുടെ അറസ്റ്റ് ഒഴിവാക്കാൻ ഏതറ്റം പുറയും പോകും എന്ന് പാർട്ടി അണികൾ തന്നെയാണ് പറയുന്നത്. ഇത് ഓപ്പോസിഷൻ പാർട്ടിയോ ഇവിടുത്തെ BJPയോ ഒന്നുമല്ല, സ്വന്തം അണികളാണ് വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയും ഇവിടെ പിണറായി വിജയനെ നീക്കങ്ങൾ അറിയുന്ന ആൾക്കാർ ഇത്തരത്തിലുള്ള തെളിവുകൾ പുറത്തുവിടുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരുന്ന ദിവസങ്ങളിൽ. അതായത് ഈ നാളെ മറ്റന്നാളായിട്ട് അടുത്ത തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച ആയിട്ട് അറസ്റ്റ് ഉണ്ടാകും എന്നാണ് മാധ്യമങ്ങളിൽ നിന്നും അതായത് ഈ അനലിസ്റ്റുകളൊക്കെ പറയുന്നത്. നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.